മലയോര കർഷകരുടെ കളക്ടറെ ബന്ദിയാക്കിയ സമരത്തിലെ കേസിൽ വിധി സമരക്കാർക്ക് അനുകൂലം. തൃശൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറഞ്ഞത്. 60 പേരൊന്നിച്ച് പ്രതിസ്ഥാനത്ത് വന്ന അപൂർവ കേസുകളിലൊന്നായിരുന്നു മലയോര സംരക്ഷണ സമിതിക്കെതിരെ ഉണ്ടായിരുന്ന ഈ കേസ്. സമരക്കാരും കുറ്റക്കാരല്ലെന്നു കോടതി വിധിച്ചു. എല്ലാവരെയും വെറുതെ വിടുന്നതായും കോടതി പറഞ്ഞു. മലയോര മേഖലയിലെ കർഷകർക്ക് പട്ടയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു 2018 ഓഗസ്റ്റ് 8 കളക്ടർ എസ് ഷാനവാസിനെ സമരക്കാർ മുന്നറിയിപ്പില്ലാതെ ചേംബറിൽ ചെന്ന് ഉപരോധിച്ചത്. വയോധികരും യുവതികളും ഉൾപ്പെടെ 60ഓളം പേരാണ് സമരത്തിലുണ്ടായിരുന്നത്. സമരത്തിൽ പങ്കെടുത്തവരെല്ലാം കേസിൽ പ്രതിയായി. സമരത്തിന് ദുരുദ്ദേശം ഇല്ലായിരുന്നു എന്നും പ്രദേശവാസികളുടെ സ്ഥിരകാല ആവശ്യം നേടിയെടുക്കുന്നതിന്റെ ഭാഗമായിരുന്നു സമരമെന്നും മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി ഇന്ദുരാജ് വിധിയിൽ പറഞ്ഞു. വിധി കർഷകരുടെ സമര പോരാട്ടങ്ങൾക്ക് വീര്യം പകരുന്നതാണെന്ന് സമരക്കാർക്ക് വേണ്ടി സൗജന്യമായി കേസ് വാദിച്ച അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്ത് പറഞ്ഞു. ഒല്ലൂരിലെ ഈ മലയോര കർഷകർ ഒരുപാട് കാലമായി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പട്ടയം കിട്ടാതെ 2-3 ജനറേഷൻ മരിച്ചുപോയി. ഇപ്പോഴും ആ പട്ടയം കൊടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ പ്രതിഷേധമായിരുന്നു കളക്ടറെ ചേംബറിൻ്റെ മുന്നിൽ അവർ പോയത്. അതൊരു പ്രതിഷേധമാണ്, ഒരു മാനുഷികമായ ജനാധിപത്യമായ പ്രതിഷേധമാണ്. അതിനെ പോലീസും അധികാരികളും വളച്ചൊടിച്ചിട്ട് കളക്ടറെ ബന്ദിയാക്കി എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഈ പാവങ്ങൾക്കെതിരെ കേസെടുത്താണ്. അത് സത്യത്തിൻ്റെ കൂടെയാണ് കോടതി എന്ന് ഈ വിധിയോടുകൂടി മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പാവപ്പെട്ട ഈ 60-ൽ പരം ഈ മലയോര കർഷകരെ കോടതി വെറുതെ വിട്ടിട്ടുള്ളത്. വയോധികരും യുവതികളും വൃദ്ധരും ഉൾപ്പെട്ടവരായിരുന്നു കളക്ടറെ മുന്നറിയിപ്പില്ലാതെ ചേംബറിൽ ചെന്ന് ഉപരോധിച്ചത്. ഉപരോധം നീണ്ടപ്പോൾ പോലീസ് കളക്ടറെ പിൻവാതിലൂടെ പുറത്ത് എത്തിക്കുകയായിരുന്നു. സമരക്കാരെ അർദ്ധരാത്രിയിൽ ബലപ്രയോഗത്തിലാണ് പോലീസ് പിടികൂടിയത്. പോലീസും സമരക്കാരും നേർക്കുനേർ ഏറ്റുമുട്ടിയ സംഭവ ദിവസം നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. ഒല്ലൂർ മണ്ഡലത്തിലെ മലയോര കർഷകർക്ക് പട്ടയം ആവശ്യപ്പെട്ടായിരുന്നു കളക്ടറെ ഉപരോധിച്ചത്. സമരം മുന്നോട്ട് വെച്ച വിഷയങ്ങൾ ഇനിയും പരിഹരിച്ചിട്ടില്ലെന്നും സമരം തുടരുമെന്നും സമരത്തിന് നേതൃത്വം നൽകിയ സമര കൺവീനർ കെ ജോർജ് കാക്കശ്ശേരി പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. നിസ്സാരം മാത്രം കുറച്ച് ആളുകൾക്ക് കണ്ണിൽ പൊടിയിടുന്ന പോലെ കുറച്ച് പട്ടയം കൊടുത്ത് മാത്രം അവസാനിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് പറ്റിക്കുന്ന തരത്തിലേക്കാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ ഒരു കാരണവശാലും ഈ വിഷയം പരിഹരിക്കുന്നത് വരെ മലയോര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള ചെറുത്തുനിൽപ്പും അതുപോലെ തന്നെ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. അത് ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നത് പട്ടയം കിട്ടാത്ത ഒരു പ്രശ്നമായിരുന്നെങ്കിൽ ഇപ്പം ഞങ്ങൾ അനുഭവിക്കുന്ന 3 പ്രശ്നങ്ങളാണ്. സ്പെഷ്യൽ ഓഫീസറെ വേണമെന്ന് ആവശ്യപ്പെട്ട തങ്ങൾക്ക് ലഭിച്ചത് റവന്യൂ വകുപ്പ് മന്ത്രിയെ തന്നെയാണ്. എന്നിട്ടും പ്രശ്നം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. മന്ത്രി ഇടപെട്ടിട്ടും ഫലം കാണുന്നില്ലെങ്കിൽ സമരം തുടർന്നും ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണെന്നും ജോർജ് കാക്കശ്ശേരി പറഞ്ഞു. വിധിയിൽ സന്തോഷിച്ച് സമരക്കാർ കോടതി വളപ്പിൽ ലഡ്ഡു വിതരണം ചെയ്തു. തങ്ങൾക്ക് വേണ്ടി കേസ് സൗജന്യമായി വാദിച്ച അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്തിനെ പൊന്നാടയണിയിച്ച് സമരക്കാർ ആദരിച്ചു. മലയോര സംരക്ഷണ സമിതിയുടെ നിയമ ഉപദേശകനും കൂടിയാണ് അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്ത്. പട്ടയത്തിനു വേണ്ടി സമരം നടത്തിയ തങ്ങളിൽ നിന്ന് രൂക്ഷമായ വന്യമൃഗശല്യം കൂടി നേരിടുകയാണെന്നും വിഷയത്തിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അടിയന്തരമായി ഇടപെടണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. ACV ന്യൂസ്, തൃശൂർ.